സമ്മേളനത്തിന് ഇവര് കോഴിക്കോട് കടപ്പുറത്ത് എല്ലാരും ഇവിടെ ശരീരത്തിനോട് ശ്രദ്ധിക്കുമ്പോൾ ഞങ്ങൾ മുൻപീട്ടിൽ മോശല്ലേ, അല്ലെങ്കിൽ തന്നെ മോഡിന്റെ ആളാണ് പ്രചാരം ഉണ്ടല്ലോ, ആ നിലക്കൊരു ശരീഅത്ത് സംരക്ഷണ സമ്മേളനം വെച്ചു. ഒരു അവകാശ സംരക്ഷണം വേണം. ശരീഅത്തൊന്നും മുണ്ടില്ല, അവകാശം എന്ന് പറഞ്ഞത്. ആ സമ്മേളനത്തിൽ ഈ സ്വാമിയെ കൊണ്ടുവന്നു. സ്വാമി ഇയാളെ കുറിച്ച് മധു പറയുന്ന പ്രതീക്ഷ കൊണ്ടുവന്നതാ. സ്വാമി അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞു പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട്. ഒരു തലക്ക് വെളിവില്ലാത്ത ആള് പ്രധാനമന്ത്രിയായിക്കൊണ്ട് ഇവിടെ തുടങ്ങി തന്നെ. ആള് അടിച്ചൊളിച്ചു. കുട്ടികൾ ആവേശം കൊണ്ട് തക്കിപ്പിരല്ലേ. അപ്പോഴാണ് ഉസ്താദിന്റെ മുഖം കടന്ന് വികൃതമാക്കാൻ തുടങ്ങി. ഉസ്താദിനാകെ പ്രശ്നമായി. കാരണം ഇതെങ്ങാൻ അവിടെ എത്തിയാൽ കിട്ടണത് മുടങ്ങും. ആ പ്രശ്നം. ഇതിപ്പോ ഒരു സമ്മേളനം വെച്ച മോഡിയോട് പറയാം, അതിപ്പോ എല്ലാരും വെക്കുമ്പോ ഞാനായിട്ട് വെക്കാരുന്ന എനിക്ക് നാട്ടിൽ നിലനിൽപ്പ് വേണ്ടേ, അതുകൊണ്ട് വെച്ചാണ്, വേറൊന്നുമില്ല. ഇയാളെ പ്രസംഗം ഞാൻ കേട്ടു, കാന്തപുരത്തെ പ്രസംഗം കേട്ടു. ഒരു സ്ഥലത്ത് പോലും ഇയാളെ പേരെടുത്ത് പറയുന്നില്ല. അതൊക്കെ ഒരു നമ്മളെ ആൾക്കാരെ മുന്നിൽ. കാരണം ഇപ്പൊ എല്ലാവരുടെ ഇടയിലും ഇപ്പൊ എനിക്ക് ഓർമ്മ, ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോ ഒരു ഡോക്ടറിന്റെ കൂടെയുണ്ട്. ആ ഡോക്ടർ എന്നോട് പറഞ്ഞതാ, എനിക്ക് ആ കാന്തപുരത്തോട് കുറച്ചൊക്കെ മതിപ്പുണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പ്രശ്നത്തോടു കൂടെ കാരണം മുസ്ലിമീങ്ങൾക്ക് പൊതുവായൊരു വിഷയം വരുമ്പോ എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ല. പക്ഷെ ഒരു പൊതു വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കണ്ടേ, അയാൾ അവിടെയും ഭിന്നിച്ചു നിന്നില്ലേ. അതിപ്പോ പൊതുജനം മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പൊ അതിനു വേണ്ടി ഒരു പരിപാടി വെച്ചതാ. അതിലാ സ്വാമി ഒന്ന് പ്രസംഗിക്കട്ടെ. അപ്പൊ നമുക്കൊരു ചോദ്യം അപ്പൊ അവിടെ വരികയാണ്. എന്റെ ഉള്ളിൽ ഈ ചോദ്യം വന്നുകൊണ്ടിരുന്നത്, ഞാൻ ഏത് ഹിന്ദുവിനെയാണ് പ്രതിനിധീകരിക്കേണ്ടത്? അപ്പൊ നമുക്കിപ്പോ ഏറ്റവും വലിയ ശ്രദ്ധ കേന്ദ്രം എന്ന് പറയുന്നത് തലയ്ക്ക് വെളിവില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾ ജനിച്ചൊരു നാടുണ്ട്, ഗുജറാത്ത്. ഉസ്താദിന് അവിടെ സ്കൂളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് കഷ്ടപ്പാടൊന്നും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടങ്ങണത് മൂപ്പര് പറയാണ്, ഞാൻ ഈ തലക്ക് വെളിവില്ലാത്തൊക്കെ പറഞ്ഞ ഉസ്താനവിടെ ക്ഷീണം ഉണ്ടാകോ, ഒരു പേടിണ്ട്. ഇത് പ്രസംഗിച്ച് ഇയാൾ ഇരുന്ന ഉടനെ കാന്തപുരം അടുത്ത് കുളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ തലക്ക് വെളിവില്ലാത്ത പിൻവലിക്കണം. ഈ സാധു ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞതാണ്. ഒരു വട്ടം തന്നെ ഇയാൾ പറഞ്ഞു, ഒരുപാട് തവണ പറയണ്ടേ, ഞാനത് അന്തസ്സോടെ പറയണ്ടേ, എനിക്ക് ധൈര്യത്തോടെ പറയാണ്, എനിക്ക് യാതൊരു പേടിയില്ല. അന്തസ്സോടെ SYSന്റെ AP ഭാഗത്തിന് ഒന്നുമല്ല അയാള്, അത് മതസംഘടനയെ പ്രതികരിച്ചുകൊണ്ട് വന്ന ആളാണ്. അയാൾ ധൈര്യത്തോടെ പറഞ്ഞു തലക്ക് വെളിവില്ലാത്തൊരു പ്രധാനമന്ത്രിയാണ്. എന്നിട്ട് കാന്തപുരത്തിന് ഭയങ്കര ടെൻഷനായി. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരിക്കൽ ഇരുത്തി അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. എന്നിട്ട് ഇയാളെ പ്രസംഗം വേറെ പ്രസംഗം തുടങ്ങി. എന്നിട്ട് സ്വാമി രണ്ടാമതെണീറ്റിട്ട് പറഞ്ഞു, നിങ്ങൾക്കതുകൊണ്ട് വിഷമമുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുകയാണ്, പക്ഷെ എന്റെ ഡിക്ഷണറി ഒഴിവാക്കൂല, നിങ്ങൾക്ക് വേണ്ടി. നോക്ക്, നിങ്ങൾ ആ മനുഷ്യന്റെ മനസ്സുപോലും ഇവർക്കുണ്ടായില്ല. പറയട്ടെ, അവിടെ സംസാരിക്കാണ്. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ അത് വേറെ പ്രസംഗിക്കുമ്പോ അവിടെ വെച്ച് സ്വാമിയുടെ പ്രസംഗം വേറെ പ്രസംഗം തുടങ്ങിക്കണു. അപ്പൊ സ്വാമിനെ അടുത്ത് വിളിച്ചിരുത്തുക. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. രണ്ടാമത് കയറിക്കാണ്. ഞാനിവിടെ ഉപയോഗിച്ച ഒരു പദം അല്പം തെറ്റിദ്ധാരണയുണ്ടാക്കും എന്ന് തോന്നുന്നു. അത് തലയ്ക്ക് വെളിവില്ലാത്ത ആള് എന്നൊരു പദമാണ്. കാര്യമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി. കാര്യം എല്ലാവർക്കും പിടുത്തം കിട്ടി. ഞാൻ കുടുങ്ങിയിട്ടത് പറയേണ്ടതെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായി ഉണ്ടാവുമല്ലോ. പക്ഷെ ഞാനത് ഈ വേദിയിൽ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതുകൊണ്ട് അത് മറ്റ് വേദികളിൽ ഉപയോഗിക്കാനായി എന്റെ നിഘണ്ടുവിൽ ഏറ്റവും ആദ്യം തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ആ വാക്ക് ഉണ്ടാവും. എന്താ പറഞ്ഞത്? മറ്റു വേദികളിൽ എനിക്ക് ഇനി അവസരം കിട്ടിയാൽ ആദ്യമായിട്ട് എന്റെ ഡിക്ഷണറിയിൽ ആദ്യത്തെ പദം ഈ പ്രധാനമന്ത്രിക്കെതിരേക്കായിരിക്കും. പക്ഷെ ഇവിടെ മറ്റേ ഉസ്താദിന് വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ എന്താകുന്നു, പിൻവലിക്കുന്നു. ഇതാണ് ഇവരുടെ ശരീഅത്ത് സംരക്ഷണം. നമ്മളൊന്ന് ഒന്നിച്ചിരിക്കാന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു പറ്റൂല. എന്താ പറ്റില്ല? കാരണം പറഞ്ഞത് കാന്തപുരം പറഞ്ഞെന്താ, കത്ത് എന്ന് ക്ഷണിച്ചില്ല. സമുദായത്തിന്റെ ഒരു പ്രശ്നം അവിടെ നടക്കുമ്പോ ഉസ്താദ് പറയാൻ കത്ത് കിട്ടിയിട്ടില്ല, കത്ത് എന്ന് ക്ഷണിച്ചില്ല. പത്രസമ്മേളനം നടത്തി ഞാൻ പറയാണ്, കത്ത് എന്ന് ക്ഷണിച്ചില്ല. ഉസ്താദ് അങ്ങനെ പറഞ്ഞു. ശിഷ്യന്മാർ പറഞ്ഞെന്തറിയോ, അതല്ല പ്രശ്നം, മുജാഹിദിന്റെ കൂടെ വേദി പങ്കിടുന്നത് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, നിങ്ങൾ പലയിടത്തും വേദി പങ്കിട്ടുന്നില്ലേ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിച്ചു, അല്ല നിങ്ങളെ പുതിയാപ്പിള ക്ഷണിക്കുമ്പോൾ ക്ഷണിക്കണമെന്ന് ചോദിച്ചു. അപ്പോ ഇവരെ കൂടുതൽപ്പെട്ട സക്കാഫി ഇപ്പൊ മറുപടിക്ക് ഏക വ്യക്തിയായിട്ട് വരുന്ന സിദ്ദീഖ് സക്കാഫിയാണ്.
അദ്ദേഹം മറുപടി പറഞ്ഞ എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പുതിയാപ്പിള ക്ഷണിക്കും പോലെ ക്ഷണിച്ചാലും ഞങ്ങൾ ഉസ്താദ് വരില്ല, കാരണം അതിന് പറ്റിയ പെണ്ണ് അവിടെ ഇല്ല. ഞാൻ അപ്പോഴതിന്റെ ഗൗരവം മനസ്സിലാക്കിയത്. കാരണം മുജാഹിദിന്റെ ഇച്ചിരി പങ്കെടുക്കാതിരിക്കില്ല. പിന്നെ എന്താ പ്രശ്നം? പറ്റിയ പെണ്ണില്ല. അപ്പോൾ ഞാൻ എന്റെ പഴയ ഫോട്ടോയൊക്കെ തെരഞ്ഞു നോക്കുമ്പോൾ ഇയാൾ ഇരിക്കുന്ന കുറെ ഫോട്ടോ നോക്കി. അപ്പൊ അതിലപ്പുറത്ത് മുജാഹിദുണ്ട്, ഉപരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ജമാഅത്തുണ്ട്, ഉപരിക്കുന്നുണ്ട്. അപ്പൊ എന്താ, ആ ഫോട്ടോയിലൊക്കെ ഒപ്പം പെണ്ണുണ്ട്. നോക്കുന്നത് ഹജ്ജ് ക്യാമ്പിന്റെ ഫോട്ടോ ഇട്ട് കൊടുക്കും, കണ്ടോ? ഇപ്പുറത്തിരിക്കുന്ന ആ സിനിമാ നടൻ, ഒരു കുഴപ്പമില്ല ഉസ്താദിന്. ഇപ്പുറത്തൊരു പെണ്ണുണ്ട്, അപ്പൊ ഓക്കെ. നേരെ ബേക്കിൽ മുജാഹിദ് പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് പറപ്പൂര്, അതിന്റെ അപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ്, അതിന്റെ അപ്പുറത്ത് തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഉസ്താദ് അവിടെ പോയിരുന്നു. സുന്നത്ത് ജമാഅത്തിന് ഒരു കോട്ടമില്ല. സിദ്ദീഖ് സഖാഫി പറഞ്ഞു, പെണ്ണുണ്ടായ മതി. ഇതാണോ നിങ്ങളുടെ ദീന്?